ഹലോ, ഇന്നൊരു മിനി വ്ലോഗാട്ടോ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളെവിടെയും പോകുന്നൊന്നുമല്ല. ഞാനൊന്ന് ചെറിയൊരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി പാനിപ്പൂരി കഴിച്ചിട്ട്. അപ്പോൾ ചോദിച്ചു ഇന്ന് പാനിപ്പൂരി കഴിക്കാൻ നമ്മുടെ ഫാലൂദയിൽ നിന്നാണ് കഴിക്കുന്നത്. ഫാലൂദ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. സ്ഥിരം കസ്റ്റമർ എന്ന് വെച്ചാൽ ഞാൻ എന്തുണ്ടെങ്കിലും ഫാലൂദയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. അപ്പോൾ പാനിപ്പൂരി കുറേ കാലമായി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ നാട് മൊത്തം എന്നൊക്കെ ഇറങ്ങി നടന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഫാലൂദയിലും പാനിപ്പൂരി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഫാലൂദയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം എന്താ പറയുക, ഇവരൊന്നായിട്ട് ലൈറ്റെല്ലാം ഓഫാക്കി ഇരുട്ട് പിടിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ഫോട്ടോ വീഡിയോസ് എടുക്കാനാണ് നമ്മളിതെല്ലാം മുണുങ്ങാൻ പോകുന്നത്. എന്നിട്ട് ഒന്നായിട്ട് ഇടും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് അതെന്താണെന്നറിയോ, അത് നമുക്കൊരു ഷോ കളർ കിട്ടേണ്ടിയിട്ടാണ്, അങ്ങനെ ഇങ്ങനെയാണ്, റെസ്റ്റോറൻറ്റ് ടൈപ്പായെന്നൊക്കെ പറഞ്ഞ് ഒരു രസവും ഇല്ലായിരുന്നു. പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പാനിപ്പൂരിയെ പറ്റി പറയണ്ടല്ലോ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമായില്ല. ഞാൻ കുറേ കാലം മുന്നേ കഴിച്ചതാണ്. കുറേ കാലം വെച്ചാൽ ഒരു 5-6 കൊല്ലം മുന്നേ കഴിച്ചത്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +2 അല്ല, ഡിഗ്രി ഒക്കെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് കഴിച്ചതാണ്. നിങ്ങൾ കോഴിക്കോട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ സൈഡിലുണ്ടല്ലോ ഒരു പാനിപ്പൂരി ബേൽപൂരി ടൈപ്പ്. അവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കാറ്. ഞാൻ പാനിപ്പൂരിനേക്കാൾ ബേൽപൂരിയാണ് കേട്ടോ കഴിക്കാറുള്ളത്. മറ്റേ ചിപ്സ് ടൈപ്പൊക്കെ ഉണ്ടാകുന്ന അതാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ ആയി കഴിച്ചത്. പിന്നെ പാനിപ്പൂരി എന്നൊക്കെ പോകുമ്പോൾ എന്തോ അയ്യേ എന്നുള്ളൊരു മുഖഭാവം വരുന്നതുകൊണ്ട് കഴിക്കാറില്ല. പിന്നെ ഫാലൂദയിൽ നിന്നായപ്പോൾ നമ്മൾ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കഴിക്കാൻ വിചാരിച്ചത്. വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടാറില്ല പൊതുവെ. പിന്നെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ജ്യൂസ് അങ്ങനെയൊന്നുമില്ല. ജ്യൂസ് എന്തോ ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ നല്ല പേര് ഏതാണോ എന്ന് നോക്കിയിട്ട് സ്ട്രോബെറി വിത്ത് അങ്ങനെ എന്തോ ഉള്ള, ടേസ്റ്റ് ഒന്നും അറിയില്ല. അവർ കൊണ്ടുവന്നപ്പോൾ എന്തോ ഒരു പഴവും പാലും ഒക്കെ ഇട്ടടിച്ചൊരു സാധനം പോലെ കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാണ് എവിടെ നിന്നാണ് പാനിപ്പൂരി കഴിച്ചതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ജസ്റ്റ് വെറുതെ അറിയാണ്. ഞാൻ ഫാലൂദയിൽ നിന്നാണ് കഴിച്ചത്. അതേപോലെ നിങ്ങൾ എവിടെ നിന്നാണ് കഴിച്ചത്, പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക, വെറുതെ അറിയാനാണ്. പിന്നെ അതേപോലെ പാനിപ്പൂരി ഉണ്ടാക്കുന്ന ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കുറച്ചായി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയാലും നന്നാവില്ല, എന്നാലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് കാലമായി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം കൂട്ടറാണോ ക്ലിക്ക് ചെയ്യുക. എനിക്കിങ്ങനെ ഈ വ്ളോഗിങ് അങ്ങനെ പറയുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഉടായ്പിൽ പറയുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. പറയാൻ വിട്ടു, ഞാൻ പിന്നെയും 2 പാർസൽ ഞാൻ വീട്ടിലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളങ്ങനെ കഴിച്ചൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ. പിന്നെയും ടാറ്റാ.